കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ബെറാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പര നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സത്യസുവിശേഷം കലർപ്പില്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സെഷനുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ബൈബിൾ ക്ലാസ് എടുക്കുന്നത് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ പി.ടി. തോമസ് സാറാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും ഈ എളിയ ശുശ്രൂഷയിലൂടെയും മഹത്വപ്പെടുവാനിടയാകട്ടെ. പ്രിയ സഹോദരങ്ങളെല്ലാവർക്കും, ബഹുമാന്യരായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു വരികയാണല്ലോ. രാഷ്ട്രത്തോടുള്ള നമ്മുടെ കടപ്പാടിനെക്കുറിച്ച് 1, 2, 3 വാക്യങ്ങളിൽ പറഞ്ഞു. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ രാഷ്ട്രത്തിന് സമൂഹത്തോടുള്ള കടപ്പാടിനെക്കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രാഷ്ട്രത്തിന് സമൂഹത്തോടുള്ള കടപ്പാടിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവ ശുശ്രൂഷകൻ എന്ന നിലയിൽ നമുക്ക് നന്മ ചെയ്യുന്നവനായിരിക്കണം ഒരു ഭരണാധികാരി. രണ്ടാമത്, ദോഷപ്രവൃത്തിക്ക് ശിക്ഷ നൽകുന്നവനും നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായിരിക്കണം ദൈവശുശ്രൂഷക്കാരനായി നിയമിക്കപ്പെട്ട അധികാരി എന്ന് നമ്മൾ കണ്ടു. നികുതി പിരിക്കുക മാത്രമല്ല, അതിൻ്റെ കടമയിൽ വിശ്വസ്തരായിരിക്കുകയും ചെയ്യണം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തിന്മയ്ക്ക് ഭീഷണിയായി വാൾ വഹിക്കുന്നവൻ, ശിക്ഷയ്ക്ക് അധികാരമുള്ളവനാണ് ഭരണാധികാരി. അതുകൊണ്ട് ദൈവവ്യവസ്ഥിതിയായി അത് നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ അത് ബോധപൂർവം നമ്മൾ കണ്ടല്ലോ. ഹുപ്പാറ്റോസ എന്ന വാക്ക് മനസാക്ഷിയെ വിചാരിച്ചും കീഴടങ്ങുക. ആ കീഴടങ്ങുക എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്, ഗ്രീക്കിലെ വാക്കാണ് ഹുപ്പാറ്റോസ. അത് ഗതികേട് കൊണ്ട് അങ്ങ് തലകുനിക്കുന്നു എന്നുള്ളതല്ല, ബോധ്യപ്പെട്ട് ബോധപൂർവം അനുസരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ആ വാക്കിൽ നമുക്ക് ലഭിക്കുന്നത്. അത് ബോധപൂർവം സന്തോഷത്തോടെ ഇത് ആവശ്യമാണ്, ഇത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അതാണ്. കണ്ണടച്ച് എന്തു പറഞ്ഞാലും അങ്ങ് ചെയ്യുക എന്നുള്ളതല്ല, ബോധ്യപ്പെട്ട മനസാക്ഷി നിമിത്തം. അപ്പോൾ അധികാരസ്ഥർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ അനുസരിക്കുന്ന മുമ്പ് എന്ത് ചെയ്യണം? നമുക്ക് മനസാക്ഷിയുടെ ഒരു വിലയിരുത്തൽ അവിടെ ഉണ്ടാകണം. അതുകൊണ്ടാണ് വചനത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശങ്ങൾക്ക് കോൺട്രഡിക്റ്റിംഗായി, എതിരായി, ഓപ്പോസിറ്റായിട്ട് വരുന്ന കൽപ്പനകൾ അനുസരിക്കാൻ നമുക്ക് വചനം നമ്മളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കീഴടങ്ങുന്നത് ഹുപ്പാറ്റോസ, മനസാക്ഷി അനുസരിച്ച് ബോധ്യപ്പെട്ടിട്ട് അത് ശരിയാണ്, അത് അംഗീകാരയോഗ്യമാണ്. നാം ഒരു കാര്യം മറക്കരുത്, നമ്മൾ ആത്യന്തികമായി ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടവരാണ്. ദൈവമാണ് ആത്യന്തിക അധികാരി. ദൈവമാണ് ഈ അധികാരസ്ഥനെ നിയമിച്ചിരിക്കുന്നത്. ഈ അധികാരസ്ഥനിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ചിലപ്പോൾ അവൻ മനുഷ്യനായതുകൊണ്ടും ദുർവ്യാപാരങ്ങളുടെ, തിന്മയുടെ ഈ ശക്തിയുടെ സ്വാധീനം അവനുണ്ടാകുവാൻ വളരെ സാധ്യതയുള്ളതുകൊണ്ടും പ്രിയപ്പെട്ടവരെ, പലപ്പോഴും അവർ തെറ്റായ കാര്യങ്ങൾ ചിലപ്പോൾ അടിച്ചേൽപ്പിക്കുവാൻ മുതിർന്നെന്ന് വരാം. അങ്ങനെ മുതിരുമ്പോൾ നമുക്ക് മനസാക്ഷിക്ക് വിരുദ്ധമായതാണെങ്കിൽ നമുക്ക് അതിന് കീഴടങ്ങുവാനായിട്ട് വചനം നമ്മളെ നിർബന്ധിക്കുന്നില്ല. എന്നാ പറഞ്ഞാലും കണ്ണടച്ച് കീഴ്പ്പെടുക എന്നുള്ളതല്ല. പിന്നെ സന്തോഷത്തോടെ ബോധപൂർവം ബോധ്യപ്പെട്ട കാര്യത്തിന് വേണ്ടി കീഴടങ്ങുക എന്നുള്ളതാണ് വചനം നമ്മളെ ഉപദേശിക്കുന്ന പ്രബോധനം. അതാണ് കണ്ടല്ലോ, മനസാക്ഷി നിമിത്തം കീഴടങ്ങിയ 5-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. നമ്മൾ ചുങ്കം കൊടുക്കണം. ഈ നികുതി വെട്ടിപ്പ് നടത്തുന്നത് മോഷണമാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, നമ്മൾ ഈ വ്യവസ്ഥിതി ഇവിടെ അനുഭവിക്കുന്നില്ലേ? ഇവിടെ ബലഹീനനായ ഒരു മനുഷ്യൻ അവന് ഒരു വീട്ടിൽ തൻ്റെ ബലഹീനതയോടെ രോഗാവസ്ഥയിൽ അവൻ ജീവിക്കുന്നു. അയൽപക്കത്തിൽ വലിയ കടാമുട്ടന്മാരായ 5-6 പേരുള്ള ഒരു വലിയ വീട്. ഈ കടാമുട്ടന്മാരായ ആളുകൾ ഈ ബലഹീനനായ മനുഷ്യനെ ബലമായി വന്ന് പിടിച്ചിറക്കി വിട്ടേച്ച് അത് അവൻ്റെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുവാനായി മുതിർന്നാൽ ഇവിടെ അധികാരികളുണ്ട്, അവിടെ ഇടപെടും. ഒരിക്കലും ഒരു ബലഹീനനെ ബലമുള്ളവൻ ദ്രോഹിക്കുന്നത് അധികാരികൾ അനുവദിക്കുകയില്ല. അതുകൊണ്ട് നമ്മളിവിടെ നിയമത്തിൻ്റെ സംരക്ഷണം, നിയമപാലകരുടെ സേവനങ്ങൾ,
ചിലപ്പോഴൊക്കെ അവർ അന്യായക്കാരുമൊക്കെ ആയെന്ന് വരാം. എങ്കിലും നമ്മൾ ഈ വ്യവസ്ഥിതിയുടെ നന്മ അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ വ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കുവാൻ ആവശ്യമുള്ള ഭൗമിക വിഭവങ്ങൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മനസാക്ഷി നിമിത്തം നികുതിയും നമ്മൾ കൊടുക്കുന്നു. ചിലവുള്ളതാണ്. നമ്മൾ ഓരോ സാധനം വാങ്ങിക്കുമ്പോഴും നികുതി കൊടുക്കുന്നുണ്ട്, ചുങ്കം കൊടുക്കുന്നു, നികുതി കൊടുക്കുന്നു. അതുകൊണ്ട് നാം നികുതിയും കൊടുക്കുന്നു. അടുത്തത് കണ്ടില്ലേ, അവർ ദൈവശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. ഏത് കാര്യമാണ്? തിന്മയ്ക്ക് എതിരും നന്മയ്ക്ക് പ്രോത്സാഹനവും. ആ കാര്യം നോക്കുന്നവരായതുകൊണ്ട്, നമ്മൾ അതിൻ്റെ നന്മ അനുഭവിക്കുന്നവരായതുകൊണ്ട് അതിനുള്ള ഒരു ചെലവായിട്ട് നാം നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന നിലയിൽ വേണം നമ്മൾ നികുതി കൊടുക്കേണ്ടത്. മിനിമം എങ്ങനെ കൊടുത്ത് നികുതി വെട്ടിപ്പ് നടത്താമെന്നുള്ളത് ഒരു ദൈവവേദന ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്തതാകുന്നു. നിയമപരമായി ഇവിടെ ന്യായമായ നികുതി വന്നാൽ കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകാലം ജഡത്തിൽ പാർത്തിരുന്ന കർത്താവിടെ ശുശ്രൂഷിച്ചിരുന്നപ്പോൾ അന്യായം നികുതി ഉണ്ടായിരുന്നെങ്കിൽ തലക്കരമൊക്കെ ഉണ്ടായിരുന്നു. കർത്താവ് അത് കൊടുത്തു എന്ന് പറയുമ്പോൾ വ്യവസ്ഥിതി നികുതി കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ അതിനകത്ത് പിശുക്ക് കാണിക്കരുത്. അത് നമ്മൾ അതിൻ്റെ നന്മ അനുഭവിക്കുന്നവരല്ലേ. അതുകൊണ്ട് മിനിമം കൊടുക്കുക. ബുദ്ധിപൂർവമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും. എന്നാൽ ഒരു കാരണവശാലും നികുതി വെട്ടിപ്പ് നടത്തുന്നതിനെക്കുറിച്ചൊരു ദൈവവേദൽ ഒരിക്കലും ചിന്തിക്കുവാൻ പോലും പാടില്ലാത്തതാകുന്നു. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ വസ്തുക്കളും മറ്റും കച്ചവടം നടത്തുമ്പോൾ വില കുറച്ച് കാണിച്ചിട്ട് നികുതി വെട്ടിപ്പ് നടത്തുന്നവരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. ഒരു ചെറിയൊരു തുക, നമ്മളേതെങ്കിലും വസ്തു വാങ്ങിക്കുമ്പോൾ നമ്മൾ പണം അതിനുവേണ്ടി സ്വരൂപിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മളത് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷനിൽ സർക്കാർ നിയമിച്ചിരിക്കുന്ന ഓരോ സ്ഥലത്തും ഓരോ വില വെച്ചിട്ടുണ്ടല്ലോ. അതിനേക്കാൾ മാർക്കറ്റ് വില കൂടുതലായിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കൊടുക്കുന്നതിനുള്ള ആ നികുതി നമ്മൾ കൊടുക്കുവാൻ കടപ്പെട്ടവരാണ്. അതാണ് ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരു കാരണവശാലും അല്ലാതെ അതിൽ വെട്ടിപ്പ് നടത്തുവാനായി ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നു. നമ്മൾ നികുതി കൊടുക്കണം. നമ്മളിവിടെ അതാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവ ശുശ്രൂഷകന്മാരും. കണ്ടില്ലേ, മൂന്നാമതും അതേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. 4-ാം വാക്യത്തിൽ 2 പ്രാവശ്യം ദൈവ ശുശ്രൂഷകൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ലെയ്റ്റർഗോയ് എന്നുള്ള വാക്കാണ്. എന്ന വാക്കാണ് ഈ 6-ാം വാക്യത്തിൽ പൗലോസ് ലെയ്റ്റർഗോയ്. ഞാൻ പറഞ്ഞല്ലോ, പുരോഹിതൻ എന്ന ആശയം അതിനകത്തുണ്ട്. അപ്പോൾ ദൈവ ശുശ്രൂഷക്കാരൻ, ഈ അധികാരസ്ഥരായ ആളുകൾ അത് ഓർക്കണം. എന്നെ ദൈവമാണ് ഈ സ്ഥാനത്താക്കിയിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, ദൈവം നിയമിച്ച ആളാണ്. അതുകൊണ്ട് നമ്മൾ ബോധപൂർവം സന്തോഷത്തോടെ ന്യായമായ മനസാക്ഷിക്ക് ബോധ്യപ്പെടുന്ന എല്ലാ നിയമങ്ങൾക്കും ബോധപൂർവം കീഴടങ്ങുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അടുത്തത് കണ്ടില്ലേ, എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. ഇതെല്ലാം നമ്മൾ ചെയ്യണം. 7-ാം വാക്യത്തിൽ പൗലോസ് അതാണ് പറയുന്നത്. കണ്ടില്ലേ, എല്ലാവർക്കും കടം ആയുള്ളത്. നമുക്ക് കടപ്പെട്ടവരാ, നമ്മൾ കടക്കാരാ. നമ്മളിവിടെ പോലീസിൻ്റെ സംരക്ഷണം അനുഭവിക്കുന്നെങ്കിൽ നമ്മൾ നികുതി കൊടുക്കാൻ കടപ്പെട്ടവരാണ്. നമ്മളിപ്പോൾ ഒരു സേവനം, ഇപ്പോൾ സർവീസ് ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സേവനം നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ ആ അനുഭവിക്കുന്ന സേവനത്തിന് നമ്മളൊരു പ്രതിഫലം കൊടുക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. അത് കടം ആയുള്ളത്. നമ്മൾ കടമാണ്. നികുതി കൊടുക്കുന്നത് നമ്മൾ ഔദാര്യം ചെയ്യുകയല്ല, നമ്മളത് കടം ആയിട്ട് നാം പരിഗണിക്കണം. ഇൻകം ടാക്സ് ആണെങ്കിൽ പോലും അതാത് സമയങ്ങളിൽ അങ്ങനെ സമൂഹത്തിലെ വരുമാനത്തിൻ്റെ തോതെല്ലാം പരിഗണിച്ചാണ് ഇൻകം ടാക്സ് നിയമിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇൻകം ടാക്സിൻ്റെ പരിധി ചിലപ്പോൾ ഉയർത്തി കൊണ്ടുപോകും. കാര്യം ആളുകളുടെ വരുമാനം പൊതുവെ വർദ്ധിക്കുമ്പോൾ ഇൻകം ടാക്സ് വരുമാന നികുതി വർദ്ധിപ്പിക്കും. നോക്കണേ, ആണ്ടിൽ ഇത്ര ലക്ഷം വരെയുള്ളവർക്ക് നികുതി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ അത്രയുമുള്ളവർക്ക് കൊടുക്കേണ്ട അടുത്ത ഒരു സ്ലാബിലേക്ക് കൊണ്ടുപോകും. കാര്യം അങ്ങനെ ചെയ്താണ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് നാം നികുതി കൊടുക്കും. അപ്പോൾ നികുതി എന്നും ചുങ്കമെന്നും 2 വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്.
ഈ നികുതി എന്ന് പറഞ്ഞാൽ അധികാരസ്ഥർക്ക് വേണ്ടി കൊടുക്കുന്ന വലിയ തുകകളായ കാര്യങ്ങളും, ചുങ്കം എന്നുള്ളത് സിമ്പിൾ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ടോള് കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് ചുങ്കം എന്ന വാക്കുകൊണ്ട് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഗ്രീക്കിലും അങ്ങനെ 2 വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നുള്ളത് കൊണ്ട് മലയാളത്തിലും ആ 2 വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി അതിനെക്കുറിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കാലങ്ങളിൽ റോമാ സാമ്രാജ്യം വലിയ ഭരണത്തോടുകൂടിയായിരുന്നു. അതേ സമയത്ത് ലോക്കൽ ഭരണ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഇതിൽ റോമാ സാമ്രാജ്യം പിരിക്കുന്നതിനെ നികുതിയെന്നും ലോക്കലായിട്ടുള്ള ആളുകൾ പിരിക്കുന്നതിനെ ചുങ്കമെന്നും പറഞ്ഞിരുന്നു എന്നൊക്കെ ചില വ്യാഖ്യാതാക്കൾ അതിനെക്കുറിച്ച് വ്യാഖ്യാനം പറയുന്നുണ്ട്. അതൊന്നും പ്രധാന കാര്യങ്ങളല്ല. നാം നിയമപരമായ കാര്യങ്ങൾ, മനസാക്ഷിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ സന്തോഷത്തോടെ അതിനകത്ത് ചിലവ് വരുന്നു, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോകുമല്ലോ, ദ്രവ്യാഗ്രഹികളാകരുത്. നമ്മൾ അനുഭവിക്കുന്ന സേവനങ്ങൾക്ക് ന്യായമായ പ്രതിഫലം, അതിൻ്റെ കടം ആയിട്ടുള്ളത് നമ്മൾ കൊടുക്കുവാൻ നിർബന്ധിതരാണ്. പ്രിയപ്പെട്ട അവിടെ അത് കഴിഞ്ഞാൽ 13-ാമത്തെ അധ്യായത്തിൽ 8 മുതലുള്ള ഭാഗത്ത് നമ്മൾ ഇവിടെ കടം എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്കിനെ തൊട്ട് താഴെ പൗലോസ് അല്പം വേറൊരു നിലയിൽ വ്യാഖ്യാനം കൊടുക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്ന ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ഈ വാക്യം ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത് എന്ന് പറയുമ്പോൾ ഇത് പൗലോസ് എന്താണ് പ്രധാനമായിട്ട് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും വായ്പ കൊടുക്കരുതെന്നാണോ? ഇപ്പോൾ ബാങ്ക് ലോൺ എടുക്കരുതെന്നാണോ? ഇതെന്താണ് പൗലോസ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതിനെക്കുറിച്ച് ഒത്തിരി ചർച്ചകളുണ്ട്. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോട് ഒന്നും കടംപെട്ടിരിക്കരുതെന്ന് കേട്ടാൽ കടക്കാരനായിരിക്കരുത് എന്ന ആ ആശയത്തിനാണ് പ്രാധാന്യം വരുന്നത്. എന്നാൽ തുടർന്ന് പറയുന്ന ഭാഗം നോക്കണം. അപ്പോൾ അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുതെന്ന് പറയുമ്പോൾ ഈ അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ എന്ന് പറയുന്നതിനേക്കാൾ കടംപെട്ടിരിക്കരുത് എന്ന ഭാഗത്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. എന്നാൽ താഴെ പറയുന്നുണ്ടോ, അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. പിന്നെ അപ്പോൾ സ്നേഹം എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ കടം കൊടുക്കുക, കടം വാങ്ങിക്കുക, കടക്കാരനായിരിക്കുക എന്നുള്ളതിനേക്കാൾ സ്നേഹം എന്നുള്ളതാണ്. സ്നേഹത്തിനാണ്. അന്യോന്യം സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അന്യോന്യം സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പിന്നെ ഇതിനാ ഈ കടത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ സ്നേഹം എന്നുള്ളതിനാണ് പ്രാധാന്യമെന്ന് നിങ്ങൾ പറയുന്നു. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്നേഹിക്കണം എന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? പിന്നെ അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ കടംപെട്ടിരിക്കരുത് എന്ന് പറയണമായിരുന്നുവോ എന്ന് ന്യായമായിട്ടും നമുക്ക് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. ആട്ടെ, എന്തിനാ പിന്നെ ഈ കടം എന്ന ആശയം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്? നമുക്കറിയാം, തൊട്ടുമേളിൽ കടം എന്നുള്ള ആശയം പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഈ റോമാലേഖനത്തിൽ തന്നെ കടക്കാരൻ എന്നുള്ള ആശയം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് താൻ തന്നെ കടക്കാരനാണ് എന്നുള്ള ഒരാശയം അവിടെ പറഞ്ഞിരിക്കുന്നു. അറിയാമല്ലോ, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അതിൻ്റെ അർത്ഥം പൗലോസ് അവരോട് വായ്പ മേടിച്ചിട്ടുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. തനിക്കൊരു ചുമതലയുണ്ട്, ആ ചുമതല നിർവഹിക്കുവാൻ തനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആശയം ഇവിടെ വരുമ്പോൾ നികുതി കൊടുക്കുന്നു. നമ്മളാരെങ്കിലും നികുതി കൊടുത്തില്ലെന്ന് വരും, നമ്മൾ കടക്കാരനാണെന്ന് പറയുമോ? ഞാൻ ചെയ്യേണ്ട ചുമതല ചെയ്തില്ല എന്ന ആശയമല്ലേ അവിടെ വരുന്നത്. ഇവിടെ കടമയായുള്ളതെന്നല്ല, കടം ആയിട്ടുള്ളതെന്നാണ് ചുങ്കം കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് കടമാണ്, നമ്മൾ ചെയ്യുവാൻ ബാധ്യതയുള്ളവരാണ്, ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ടോ ആ ഉത്തരവാദിത്വത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്നുള്ള ആശയമാണ്. ഇനി അതേതാണ്? സ്നേഹം. കൊടുത്ത് തീർക്കാൻ കഴിയാത്ത കടമാണ് സ്നേഹമെന്ന് പറയുന്നത്. ആ ആശയമാണ് ഇവിടെ പൗലോസ് അർത്ഥമാക്കുന്നത്. അല്ലാതെ ബാങ്ക് ലോൺ എടുക്കരുതെന്നോ കൂട്ടുകാരന് വായ്പ കൊടുക്കരുതെന്നോ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ കൂട്ടു സഹോദരനോട് വായ്പ വാങ്ങിക്കരുതെന്നോ ഈ ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നില്ല. പിന്നെ കടം എന്നുള്ള ആശയം ഇവിടെ ചുമതലപ്പെട്ടത് എന്ന അർത്ഥമാണ്.
നമ്മളിപ്പോൾ കടം മേടിക്കുക എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആശയത്തിലേക്ക് അങ്ങ് പോവുകയാണ്. നമ്മൾ ബാധ്യതയുള്ളവനാകുക എന്ന്. അതെ, നമ്മൾ ബാധ്യതയുള്ളവരായി. എന്തിനാ ബാധ്യത? നമ്മൾ നിർവഹിക്കുവാൻ ചുമതലപ്പെട്ട ചില ബാധ്യതകളുണ്ട്. ഉദാഹരണം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, തൊട്ടുമേളിൽ 7-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആശയം നികുതിക്ക് കടമ. അത് നമ്മുടെ കടമ. നമുക്കതിന് നമ്മൾ നികുതി കൊടുക്കുന്നത് നമ്മുടെ കടമാണ്. കൊടുക്കാതിരുന്നാൽ നമ്മൾ കടക്കാരാണ്. അതുപോലെ അപ്പോൾ ചുമതലപ്പെട്ടത് ചെയ്യുക. ചുമതലപ്പെട്ടത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ കടക്കാരാകുകയാണ്. അല്ലാതെ വായ്പ മേടിക്കുന്ന കാര്യം അതിൻ്റെ പശ്ചാത്തലത്തിൽ എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് വന്നാൽ പോലും പൗലോസ് ഇവിടെ പ്രധാനമായും അർത്ഥമാക്കുന്നത് നമ്മുടെ ചുമതലപ്പെട്ട കാര്യം നാം വിശ്വസ്തയോടെ നിർവഹിക്കണമെന്നാണ്. അതാണ് 1:17-14 നമ്മൾ കണ്ടല്ലോ. മീൻസ് ഞാൻ കടക്കാരനാണ്. ഇതുപോലെ നാം അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതിന് നമ്മൾ കടക്കാരാണ്. നമ്മളെല്ലാവരും കടക്കാരാണ്, അന്യോന്യം കടക്കാരാണ്. എന്തിനാണ് കടക്കാരൻ? സ്നേഹിക്കുന്നതിന് കടക്കാരൻ. എന്തുകൊണ്ട് സ്നേഹിക്കണം? കർത്താവ് നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. നമ്മൾ തൊട്ട് മേളിൽ കണ്ടല്ലോ, നമ്മൾ 7-ാം വാക്യത്തിൽ കണ്ടല്ലോ, രാഷ്ട്രത്തോട് നികുതിക്ക് നമ്മൾ കടക്കാരാണ്. ആ 7-ാം വാക്യത്തിലെ രാഷ്ട്രത്തോട് നികുതിക്ക് നമ്മൾ കടക്കാരാണ് എന്ന് പറഞ്ഞാൽ ചുമതലപ്പെട്ടവരാണെന്നർത്ഥം. ചുമതലപ്പെട്ടവരാണ്. സ്നേഹിക്കുകയാണ് വേണ്ടത്. നമ്മൾ കടമായിട്ട് ചുമതലപ്പെട്ടത് ചെയ്യാതിരിക്കരുത്. ആ 7-ാം വാക്യത്തിലെ കടം എന്ന ആശയത്തെ തുടർന്നാണ് 8-ാമത്തെ വാക്യം വരുന്നത്. അതുകൊണ്ട് ഇത് വായ്പ മേടിക്കുന്നതിനോ വായ്പ കൊടുക്കുന്നതിനോ മറ്റുള്ളവർക്ക് വായ്പ കൊടുക്കുന്നതിനോ എതിരായ ഒരാശയം അല്ല പൗലോസോട് പറയുന്നത്. നമുക്ക് ആവശ്യമായി വന്നാൽ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുമ്പോൾ ബാങ്കുകാരൻ ചുമ്മാതൊന്നും തരികയില്ല. നമ്മുടെ ആസ്തി അവന് പ്ലെഡ്ജ് ചെയ്തിട്ടാണ്, ഈട് കൊടുത്തിട്ടാണ് നമുക്കവൻ വായ്പ തരുന്നത്. ഈട് മേടിച്ചിട്ട് മാത്രമല്ല, അവൻ നമ്മളോട് പലിശയും കൂടെ അങ്ങോട്ട് മേടിക്കുക. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, ഒരത്യാവശ്യം ഉണ്ടായാൽ നമ്മളത് ചെയ്യുന്നതിന് ദൈവവചനം ഒരിക്കലും എതിരല്ല. പക്ഷേ അത് കഴിയുമ്പോൾ നമ്മൾ അതിൽ വിശ്വസ്തരായിരിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ബാധ്യതയുള്ളവരായി. നമ്മൾ ചുമതലപ്പെട്ടത് ചെയ്യണം. അപ്പോൾ ചുമതലപ്പെട്ട എന്താ? നമ്മൾ അവരോട് വാക്ക് പറഞ്ഞ് എന്താ, ഇത്ര വെച്ച് പലിശ അടച്ചോളാം, അല്ലെങ്കിൽ മുതലും കൂടെ ചേർത്ത് ഇത്ര അടച്ചോളാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബാധ്യതയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡ് എടുത്താൽ, പാശ്ചാത്യ രാജ്യം എടുത്താൽ, ജീവകാലം മുഴുവൻ കടക്കാരാണ്. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ വീട് വേണോ? മേടിച്ചോ, ലോൺ തരും. ഇത്ര ശതമാനത്തിൽ കൂടുതൽ ലോൺ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പലിശ കൊടുക്കണം, കൂടുതൽ ഇൻഷുറൻസ് കൊടുക്കണം. കാർ വേണോ? മേടിച്ചോ, വീട് അനുഭവിച്ചോ, കാർ അനുഭവിച്ചോ. ഇവൻ വീട്ടുപകരണങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വീട്ടുപകരണങ്ങൾ വാങ്ങിച്ചോ, കടം തന്നേക്കാം. കടം നോക്കണേ. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ഈ ജീവിത രീതിക്ക്, പ്രത്യേകിച്ച് പട്ടണത്തിലെ ജീവിത രീതിക്ക് കടം മേടിക്കാതെ ഇരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ വരും. അപ്പോൾ കടം മേടിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഇവിടെ എതിരാണ് എന്ന ആശയം ഒരിക്കലും ഇവിടെ ചിന്തിക്കരുത്. പിന്നെ നമ്മൾ ഏറ്റവും അധികം കടക്കാരായിരിക്കുന്നത് സ്നേഹത്തിനാണ്, സുവിശേഷീകരണത്തിനാണ്. പൗലോസ് അതാണ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്. നോക്കണേ, 8-ാം വാക്യത്തിലെ കടം, മറ്റെല്ലാ കടവും കൊടുത്തു തീർന്നാലും തീരാത്ത ഒരു കടം ശേഷിക്കും എന്നർത്ഥമാണ്. അതാണ് സ്നേഹം. നോക്കണേ, 7-ാം വാക്യത്തിൽ കടമായുള്ളത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നികുതി എല്ലാം കൊടുത്തു തീർന്നാലും സ്നേഹം എന്നതിന് നമ്മൾ കടപ്പെട്ടിരിക്കും. അന്യോന്യം സ്നേഹിക്കുക. സ്തോത്രം. ആ കാര്യത്തിൽ നമ്മൾ കടക്കാരായിരിക്കരുത്. അതാണ് അതിൻ്റെ അർത്ഥം. അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ നമ്മൾ ആരോടും കടപ്പെട്ടിരിക്കരുത് എന്ന് പറയുമ്പോൾ, സ്നേഹിക്കുക എന്ന കടം നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ സ്നേഹിക്കുന്ന കാര്യത്തിൽ നാം വളരെ ഉത്സാഹമുള്ളവരായിരിക്കണം. അവിടെ അല്ലാതെ എന്നിവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നത് എയ്മി എന്നാണ് ഗ്രീക്ക്. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതിയ EIME, ഇ എന്നുള്ളത് ഇലോങ്കേഷനാണ്. എയ്മി എന്ന് പറയണം. എയ്മി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒൺലി എന്ന അർത്ഥം അല്ലാതെ എക്സെപ്റ്റ് എന്ന അർത്ഥമല്ല, ഒൺലി എന്ന അർത്ഥമാണ്. ഇത് പറഞ്ഞാൽ സ്നേഹത്തിന് മാത്രമേ നിങ്ങൾ
കടക്കാരായിരിക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന കട ഒരിക്കലും കൊടുത്തു തീർക്കില്ല എന്ന ആശയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏയ് മീ. അപ്പോൾ അന്യോന്യം സ്നേഹിക്കുന്നു, ആ കാര്യത്തിൽ നമ്മളാരും കടപ്പെട്ടിരിക്കരുത്. അതായത് അർത്ഥം. അന്യോന്യം സ്നേഹിക്കുക എന്ന കടത്തിൽ നമ്മൾ കടപ്പെട്ടിരിക്കരുത്, കടമായിരിക്കരുത്, കടക്കാരായി തുടരരുത്. എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന കടം നമ്മൾ വിശ്വസ്തയോടെ കൊടുത്തുകൊണ്ടിരിക്കണമെന്ന്. അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ഈ 8-ാം വാക്യത്തിലെ ആദ്യ ഭാഗത്തെ വായ്പ മേടിക്കുന്നതിനോ വായ്പ കൊടുക്കുന്നതിനോ ബാങ്ക് ലോൺ എടുക്കുന്നതിനോ അതിനോ എതിരായ ഒരാശയം എന്ന് അർത്ഥമാക്കുന്നില്ല. എയ്മി എന്ന വാക്കിന് എക്സെപ്റ്റ് എന്നല്ല, സ്നേഹം ഒഴികെ ബാക്കി ഒന്നിനും കടപ്പെട്ടിരിക്കരുത് എന്നല്ല. പിന്നെയോ സ്നേഹമാണ് ഓൺലി എന്ന അർത്ഥമാണ്. സ്നേഹത്തിനാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും കടപ്പെട്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം. നികുതിക്ക് കടക്കാരാ, അതൊക്കെ ചെയ്യണം. പക്ഷേ സ്നേഹമായിരിക്കണം നമ്മൾ ഏറ്റവും വലിയ കടം. ഞാൻ കടക്കാരനാ. ഏതിന്? ഞാൻ സ്നേഹത്തിന് കടക്കാരനാ. അത് ഒരിക്കലും കൊടുത്തു തീർക്കാൻ കഴിയാത്ത കടമാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ കടപ്പെട്ടവരാണ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചു. കർത്താവിൽ നമ്മൾ സ്നേഹം കൈപ്പറ്റി. കർത്താവിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചു. കർത്താവിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചതുകൊണ്ട് നമ്മളതിലിപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുക. നമ്മൾ ദൈവത്തിൽ നിന്ന് അത് മേടിച്ചു. അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ സ്നേഹിക്കണം. ദൈവമക്കളെ നമ്മൾ സ്നേഹിക്കുവാൻ നമുക്ക് കടമയുണ്ട്. അതിനെക്കുറിച്ച് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഒരു വലിയ സമ്പന്നനായ ഒരു വ്യക്തി അനാഥനായ ഒരുവനെ അഡോപ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സകല കാര്യങ്ങളും അനാഥനായ ബാലനെ സ്വന്തം മകനെ പോലെ കരുതി അവനെ വിദ്യാഭ്യാസം ചെയ്യിക്കുകയും അവന് എല്ലാ ജീവിത സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും അവൻ വളരെ ഉന്നതമായ ഒരു നിലയിൽ എത്തിച്ചേരുകയും ചെയ്തു. സമ്പന്നനായ വ്യക്തി അനാഥനായ ഒരു വ്യക്തിയെ അവൻ്റെ എല്ലാ ചെലവുകളും വഹിച്ച് സ്വന്തം മകനെപ്പോലെ അവനെ കരുതി വിദ്യാഭ്യാസം ചെയ്യിച്ച് അവൻ ഉന്നതമായൊരു നിലയിലെത്തി. വലിയ സമ്പന്നനായി അവൻ ഉന്നതമായ ആ നിലയിലെത്തിയപ്പോൾ ഈ അവനെ സഹായിച്ച ആ ആദ്യത്തെ സമ്പന്നനായ വ്യക്തി മരിച്ചു. അവൻ പാപ്പരായിപ്പോയി. അവൻ പാപ്പരായി പോയപ്പോൾ അവൻ്റെ മക്കൾ ഈ അനാഥനെ സ്വന്തം പോലെ കണക്കാക്കി പരിചരിച്ച് വളർത്തിക്കൊണ്ടുവന്ന ആ സമ്പന്നനായ ആ മനുഷ്യൻ മരിച്ച് പാപ്പരായാ മരിച്ചത്. മക്കളെല്ലാം കഷ്ടത്തിലായപ്പോൾ അനാഥനായി അലഞ്ഞ വ്യക്തിയെ ഉന്നത നിലയിൽ എത്തിച്ച അവൻ്റെ മക്കൾ ഇപ്പോൾ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലുമാണെങ്കിൽ ഉന്നത നിലയിലെത്തിയ അനാഥൻ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന തൻ്റെ ബെനിഫാക്ടറുടെ മക്കളോട് കടപ്പെട്ടവനല്ലേ? കാര്യം അവൻ അനുഭവിച്ചതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളെ ഇദ്ദേഹം സഹായിക്കണം. കടമാണ് അവനിതിന് കടമാണ്. ഏതാണ്ട് ഇതുപോലെ തന്നെ സർവശക്തനായ ദൈവം ദോഷികളും പാപികളുമായ നമ്മളെ സ്നേഹിച്ചു. നാം ദൈവത്തിൽ നിന്ന് ആ സ്നേഹം അനുഭവിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ മക്കളായ നമ്മുടെ കൂട്ടുസഹോദരങ്ങൾ, ആ കൂട്ടുസഹോദരങ്ങളെ അവർ സ്നേഹം അർഹിക്കുന്നവരായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു.
അപ്പോൾ നമ്മൾ അവരോട് സ്നേഹം കാണിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഈ ആശയമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. കർത്താവ് ഇതാ പറയുന്നത് യോഹന്നാൻ 13:34, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ നമ്മൾക്ക് കടമയുണ്ട്. നമ്മളെ എങ്ങനെയാണ് ദൈവം സ്നേഹിച്ചത്? നാം പാപികളായിരുന്നപ്പോൾ നമ്മുടെ യോഗ്യത നോക്കിയല്ല. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ, നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരുടെ യോഗ്യത നോക്കിയല്ല. ഇവൻ ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനാണ് ദൈവവചനത്തിൻ്റെ കൽപ്പന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന അതിന് നമ്മൾ കടക്കാരാ. സ്നേഹത്തിൽ നമ്മൾ കടക്കാരായിരിക്കണം. കൊടുത്തു തീർക്കാൻ കഴിയാത്ത കടമാണ് സ്നേഹം. കാര്യം കർത്താവ് നമ്മളെ അത്ര സ്നേഹിച്ചെങ്കിൽ നാം എന്നും സ്നേഹം എന്നുള്ളതിന് കടക്കാരാണ്. സ്നേഹിക്കുക എന്നതിന് നമ്മളെന്നും കടക്കാരായിരിക്കുക. നാം നമ്മളെ തന്നെ കടക്കാർ എന്ന് പരിഗണിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുക. കർത്താവ് നമ്മളെ സ്നേഹിച്ചപ്പോൾ നാം സ്നേഹിക്കുക എന്നാണ് ആ 8-ാം വാക്യത്തിൽ പൗലോസ് അർത്ഥമാക്കുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാൻ ഉത്സാഹിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം അതെത്ര വലുതാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം ഞങ്ങളുടെ സഹജീവികളിലേക്ക് പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഞങ്ങളതിൽ കടക്കാരാണ്. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം കൊടുത്തു തീർക്കാൻ കഴിയാത്തതാണ്. കർത്താവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുമ്പോൾ അങ്ങയിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ച സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനവും നന്ദിയുമായി കർത്താവെ ഞങ്ങളതിനെ കണക്കാക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുവാനും വിശ്വസ്തയോടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കർത്താവ് അവരുടെ യോഗ്യത നോക്കിയല്ല, അങ്ങന്ന് ഞങ്ങളെ സ്നേഹിച്ച ആ ദിവ്യ സ്നേഹം മറ്റുള്ളവരിലേക്ക് കർത്താവെ കൊടുക്കുവാൻ, ഒഴുക്കി കൊടുക്കുവാൻ ഞങ്ങൾ ബാധ്യതയുള്ളവരാണെന്നുള്ള തിരിച്ചറിവോടെ ആ സ്നേഹത്തിന് കൊടുത്തു തീർത്താൽ തീരാത്ത കടമാണ് സ്നേഹമെന്നുള്ള ആ തിരിച്ചറിവോടെ ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കൃപ നൽകണം. ഇതിൽ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കൂട്ടുസഹോദരങ്ങളെ സ്നേഹിക്കുന്നത് ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ കൃപ നൽകണം. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ സമൂഹത്തിൽ കർത്താവെ അർഹത നോക്കിയല്ല, കർത്താവെ ഞങ്ങളുടെ കൂട്ടുസഹോദരങ്ങളെന്ന നിലയിൽ, ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാനും സഹായിപ്പാനും കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.